അടിപൊളി സംഭവം. ഞാൻ പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് ചെയ്യാം. ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എപ്പോഴും താഴ്ന്നാന്ന് പറയല്ലേ, ഇന്ന് വീടിന്റെ മുകളിൽ നിന്നിട്ടാണ് പറയുന്നത്. ഓ ഇങ്ങനെ കാണിക്കണ്ട, വീടിന്റെ ഇത് കാണുന്നുണ്ടല്ലോ. അതെ. അപ്പൊ നമ്മൾ വെച്ചത് ഓട് കണ്ടിട്ട്, ഇത് ഓട് ഇടാൻ കാരണം വെച്ചാല് നമ്മളെ ഓട് സൺസൈഡ് ഇട്ടാണ്. ഈ സൺസൈഡ് ഇടാന്ന് വെച്ചാല് ഒരിക്കൽ നമ്മളെ കറണ്ട് ബില്ല് ഭയങ്കര കൂടി പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ നമ്മൾ കൊറേ നോക്കി, പിന്നെയാണ് മനസ്സിലായത് കറണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് കൊറേ നാൾ കണ്ടുപിടിക്കാൻ കുറെ നാൾ എടുത്തിന്. നമ്മൾ ഇലക്ട്രീഷ്യനെ വെച്ച് ഇതാക്കി ലാസ്റ്റ് കറണ്ട് ഓഫീസിൽ നിന്ന് കറണ്ടിന്റെ മീറ്റർ വന്ന് മാറ്റി. അതിനുശേഷം അവർ പറഞ്ഞു ഇതിങ്ങനെ എർത്ത് താഴേക്ക് സൺസൈഡിൽ നിന്ന് വെള്ളം കനിയുന്നുണ്ട്. എന്നിട്ട് നമ്മള് ഓടിട്ട സമയത്ത് നമ്മൾ മുന്നിലും കൂടി ഇട്ട് ബാക്കിൽ പുറത്ത് വലിയ ഇങ്ങനെ ഇട്ടിന് കേട്ടോ. ഇങ്ങനെ അങ്ങനത്തോളം ഇട്ടു. ആടെയാണ് ഏറ്റവും കൂടുതൽ ചോർച്ച ഉണ്ടായിരുന്നു, ആടെ മീറ്ററിലുള്ളത്. ചോർച്ചയാണ് അടുക്കളയില്ല നമ്മൾ പറഞ്ഞിന്. അപ്പൊ ഇന്നത്തെ പരിപാടി പറയാം നമുക്ക്. ഇന്നെന്താണ് സംഭവം എന്ന് വെച്ചാല്, അപ്പൊ ഈ വീടിന്റെ മുകളിൽ നമ്മള് ഏകദേശം ഒരു 10-12 12 അതിലും അധികമായി നമ്മളെ വീട് എടുത്തിട്ടേ. അപ്പോൾ നമ്മൾ മേലെ ഒന്നും എടുത്തിട്ടില്ലല്ലോ, താഴത്തെ ഒരു ഇതല്ലേ ഉള്ളൂ. മേലെ കണ്ട ഓട്ടിട്ടിട്ട് നമ്മളെ ഈ കയറി വരുന്ന സ്റ്റെയർ കേസിൻ്റെ. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വീടിന് അങ്ങനെ കനിച്ചലൊന്നും ആയിട്ടൊന്നുമില്ല. ഈ സൺസൈഡ് മാത്രമേ കനിച്ചലായിട്ടുള്ളൂ. പക്ഷേങ്കിൽ പൊതുവെ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ആവും. അതെന്ന് വെച്ചാൽ നമ്മളിതിനെ മേലെ എടുക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ തറ പണ്ടേ എടുത്ത തറയാണ്. ഇനി അത് പൊളിച്ചിട്ട് എടുക്കലൊന്നും നമുക്ക് നടക്കൂല. അപ്പോൾ ഇത് താക്കല് എന്ന് പറഞ്ഞാൽ നടക്കൂല. കരിങ്കലിന്റെ തറയാണ്. അപ്പോൾ അതുകൊണ്ടില്ലേ ഇതിനെ മുകളിൽ നമ്മൾ എടുക്കില്ല, അത്ര വെയിറ്റ് താങ്ങൂല അവർ പറഞ്ഞു. പിന്നെ ഇത് പൊളിക്കണം. പിന്നെ നമ്മളാ വീട് നല്ല ഇഷ്ടം നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം മുതിരുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഈ ഇപ്പം വെള്ളം വാട്ടർ പ്രൂഫായിട്ട് വാട്ടർ പ്രൂഫ് എന്തോ പറയണ്ടേ ഇനി കറക്റ്റ് അറിയില്ല. അപ്പൊ നിതീഷിന്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്, നമ്മളെ ചങ്ങ നിതീഷിന്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നിതീഷിന്റെ അടുക്കുന്ന ഞാൻ പോയി അവിടെ മൂക്കലും ചെയ്ത് ഒരു ചെറിയ കട്ടിക്കൽ എടുത്ത് വെച്ചിന്. അത് പറഞ്ഞാൽ കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. ഇതിന്റെ പണിയും പരിപാടി നമ്മൾ അടുത്ത കേടും ചെയ്യുന്ന കണ്ടിട്ടില്ല. നിതീഷിന്റെ അടുത്ത് എനിക്കൊന്നും ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് പോയി നോക്കണം, എന്നിട്ട് നമുക്കൊന്ന് ചെയ്യണം. അതാണ് പരിപാടി. എന്ന് വെച്ചാൽ കുറേ കാലം കിട്ടുമെങ്കിൽ ഇപ്പം അങ്ങനെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് ഇതിൻ്റെ മേലെയെല്ലാം. അപ്പോൾ നമുക്കതൊന്ന് പോയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും കാണാം. അത് എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇതത്തെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊരു അറിവിലേക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ കാര്യങ്ങൾ. ഇന്ന് അതിൻ്റെ പേര് അവൻ്റെ പണിയെല്ലാം തീർന്ന്. അപ്പോൾ ഇന്ന് അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ അവർ വിളിച്ചു, നമുക്ക് അറിയിക്കാലം എന്നുള്ളതുകൊണ്ട് നമ്മളൊന്ന് പോകുന്നുണ്ട്. ഇതാണ്ട ഇങ്ങനെ ഇപ്പോഴത്തെ പൈപ്പിന് ഇങ്ങനെ വെച്ചോണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഈ കച്ചറ വൃത്തിയാക്കാം കേട്ടോ. അതൊരു വലിയ ഇതാണ്. നമ്മൾ താഴെ മോട്ടോർ ഓൺ ആക്കുമ്പോൾ വെള്ളം പോകുമ്പോൾ ഈ പൈപ്പ് ഇടുന്ന് തുറന്നാൽ അടിയിലെ കച്ചറെല്ലാം പോകും. അതെ, അതൊരു നല്ലൊരു സംഭവമാണ്. കേരി വൃത്തിയാക്കണ്ട. ഋത്തിക്കലടി ഉണ്ട്. ഇതെല്ലാം ഋത്തിക്കന്റെ താവളാണേ, ഒന്നും പറയാനില്ല. സ്കൂളിൽ ലീവ് കഴിയുന്ന വരാ ഇതൊന്നും വൃത്തിയാക്കിയും കാര്യമില്ല, വൃത്തിയാക്കാനാവുകയും ചെയ്യില്ല. കവിന്റെ പല്ല് ഇതെന്നാ അറിയാ, പല്ലിന്റെ ഇതാണേ. ഇതിങ്ങനെ വീഡിയോയിൽ തുടങ്ങുന്നവരും വർത്തമാനം പറയാൻ കിട്ടില്ല ശരിക്ക്. അതുകൊണ്ട് അത് ഊരി കൈശം പിടിക്കല കേട്ടോ. ഹായ് എല്ലാരും ഒന്ന് കാണിച്ചിട്ട് പോയേക്കാം. ഹായ് 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 ടാറ്റ ടാറ്റ കാക്ക പറയില്ല, എന്നൊരു സമയം. അമ്മേ ഒന്ന് നിതീഷിനോട് പോയിട്ട് മറ്റേ ആ വീട്ടിന്റെ മേലെയാക്കുന്ന കാണാൻ വേണ്ടിട്ട് അമ്മ വരുന്നാ. ഇപ്പം വന്നാല് കുട്ടികളെ വല്ല കൂട്ടണ്ടേ, കുട്ടികളെ കൂട്ടിട്ട് വരണ. ഇല്ല, കുട്ടീനെ കൂട്ടണ്ട, അതിന്റെ മേലെ വെയിലല്ലേ. എന്നാ പിന്നെ പോയിട്ട് വേഗം പോയിട്ട് എന്നാ വിട്ടാലോ. അപ്പൊ നമുക്ക് നിതീഷിന്റെ വീട്ടിൽ പോവാം. എന്തെല്ലാം ഇല്ല, കുറച്ച് സമയം. നിങ്ങള് പേര് നിതീഷ്. പറയണ്ട, അച്ഛനും തരാം. അപ്പൊ നമ്മളങ്ങനെ നിതീഷിന്റെ എത്തി. അമ്മ എടുത്തടാ. ഇത് നമ്മള് വീഡിയോ എടുക്കുന്ന പറഞ്ഞോണ്ടില്ലേ ഒരുങ്ങി കിഞ്ഞ് എന്നിട്ടാ ഉള്ളത്. അവിടുത്തെ അവര് വന്ന നിങ്ങളെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. പോരാത്തതിന് എന്റെ വീടും കാണിച്ചു തരാം. അപ്പൊ ഞാൻ അന്ന് ലാസ്റ്റ് ചെതലിന്റെ പണി എടുക്കുമ്പോ വന്നതാണ്, പിന്നെ ഇവിടെ വന്നിട്ടില്ല. അതെ, ചെതല് അന്നേരം ചെതലിന്റെ വന്നേരം ചെയ്തേട്ടാ. ചെതലിന്റെ മുന്നേ അതെ. ഞാൻ കണ്ടേ, ഞാൻ എല്ലാ ദിവസം ഇപ്പൊ പെയിന്റ് അടിക്കുമ്പോൾ ഞാൻ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. കവി കാണായിട്ടാണ് അമ്മയും പറഞ്ഞോണ്ടുണ്ട് കേട്ടോ. ഒരു ദിവസം വരാം. അമ്മ ഇന്ന് പിന്നെ അവിടെ കുട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ നിന്നിട്ട് നമുക്ക് ഇനി ചെറിയൊരു പണി കൂടിയില്ല, പെയിന്റിങ്. അത് കഴിഞ്ഞ അവിടെ നമുക്ക് സെറ്റാക്കാം. ഒക്കെ നേരത്തെ കാത്തിക്കുന്നുണ്ടല്ലേ, നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോൾ ഹായ്
റാഫിക. റാഫിക ഡാം ഷോറിലെ ചെയർമാൻ റുക്കിയ എൻ്റെ വൈഫാണ്. ഓക്കെ. ഒരേ ഒരു വൈഫാണ്. ഡാം ഷുവർ അൻ്റെ ഒരേ ഒരു വൈഫ്. നിന്റെ എൻ്റെ ഒരേ വൈഫ്. അപ്പോൾ ഡാം ഷുവർ നമ്മള് എന്നാ റാഫിക്ക നിങ്ങൾ വന്ന പാടനെ നമ്മളത് പഠിപ്പിക്കാനുള്ള പരിപാടിയാ. അപ്പോൾ വയനാട് പോകുന്ന പോക്കാണ്. നിങ്ങളെ കാണുക എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ഡാം ഷുവറിന്റെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. നമ്മള് ഇതിന്റെ ഞാൻ ഇതിന്റെ ചെയർമാനാണ്. ഇവൻ പറഞ്ഞെന്ന് വെച്ചാല് ചെയർമാൻ തന്നെ നേരിട്ട് വന്നതിൽ സന്തോഷം. നമ്മൾ നിങ്ങളെ പോലെ സാധാരണക്കാരനാണ്, താഴെ തട്ടുന്ന് വന്നതാണ്. എല്ലാവരും ചേർത്ത് പിടിച്ച് പോകുന്നൊരു പ്രകൃതക്കാരനാണ് ഞാൻ. സന്തോഷിക്ക കാണാൻ പറ്റിയാല്. ഡാം ഷുവർ എന്ന് പറഞ്ഞാല് ഈ നമ്മൾ പരസ്യം കാണുന്ന ടി വിയിൽ പരസ്യം കാണുന്ന ഡാം ഷുവർ എന്ന വാട്ടർ പ്രൂഫിംഗ് കമ്പനിയുടെ ചെയർമാൻ. എനിക്ക് ഞാനില്ലേ കേരളത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിന്റെ അത് ഞാൻ ഒന്നും കൂടി ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കതിന് പെട്ടെന്ന് എന്നാൻ തിരിയുന്നില്ല. അത് ഇപ്പൊ ഓടി അതോ പരസ്യം നമ്മൾ കാണിക്കുന്നില്ലേ ടി വിയിലും കാണിക്കുന്നില്ല. കമ്പനിയുടെ ഹിസ്റ്ററി റാഫി ടോക്സ് പറഞ്ഞ എന്റെ ചാനലുണ്ട്. അത് കണ്ടാ യൂട്യൂബ് ചാനലൊക്കെ യൂട്യൂബ് ചാനൽ അതിനകത്തുണ്ട് എല്ലാ ഡീറ്റെയിലും. അത് താഴെ തട്ടുന്ന ഒന്നാണ്ട്. ഞാൻ 86 ഈ ഫീൽഡിലേക്ക് എന്താ പറയുക വന്നു ചേർന്നാണ് യാദർശികമായിട്ട്. അതിൻ്റെ ഹിസ്റ്ററിയിലുണ്ട് അതൊക്കെ. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് 96 ഞങ്ങൾ KMGC എന്ന് പറഞ്ഞ മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡാം ഷുവറിലെത്തി. ഇപ്പോൾ സെൽട്രോക്ക് എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡുണ്ട്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞത് സൗത്ത് ഇന്ത്യ, അടുത്ത വർഷം സൗത്ത് ഇന്ത്യയിലേക്ക് കയറാനാണ്. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഏകദേശം ഒരു 60 ഫ്രാഞ്ചൈസികളുണ്ട്, 1000-ലധികം അപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്. ഏതായാലും ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾ സ്വീകരിച്ചില്ല ജനങ്ങളെല്ലാവരും. ഈ നാട്ടില് ഈ ഡാം ഷുവറിന്റെ ചെയ്യുന്ന എനിക്ക് വേറെ ചെയ്ത് നമ്മൾ കണ്ടില്ല അല്ലേ? ഈ ഭാഗത്തേക്ക് ചെയ്തു വരുന്നുണ്ട്. ഇവിടെ തളിപ്പറമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളും ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളും ഇങ്ങനെ പറയലാണ്. പക്ഷെ ഇവിടെ ചെയ്യുന്ന ആദ്യം കണ്ടപ്പോ നമ്മൾ പ്ലാൻ ചെയ്തേനെ. പക്ഷെ നമുക്ക് അറിയില്ല, നിങ്ങളെല്ലാം നമ്മളെ കാണാൻ വരുന്ന അറിയില്ല. നിങ്ങൾ കാണാനിട്ടോ ഞാൻ ആദ്യമായിട്ടില്ല. ഞാൻ 96 മുതൽ ഒരു ഫിയറ്റ് കാറിൽ 2 ബക്കറ്റും വെച്ചിട്ട് ഈ തളിപ്പറമ്പ്, കണ്ണൂർ, കാസർഗോഡ് ഏരിയയിൽ കൂടി ഒറ്റയ്ക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് വന്ന ആളാണ് ഞാൻ. ഇപ്പോഴാണ് ഈ കമ്പനിന്റെ തലപ്പത്തിൽ തന്നെ. ഞാൻ അന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിൽ ചെയ്തിട്ടാ ഞാൻ കണ്ടു. ഇതിന്റെ മുകളിൽ കയറി കണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ വീടിനുള്ളിലൊന്ന് കയറിയിട്ട് ഒന്ന് മേലെ കയറിയിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മള് നെഡീസിന്റെ വീട്ടില് നമ്മൾ കാണിച്ചില്ല ഫുള്ളായിട്ട്. ഇന്നാൾ ബാർപ്പ് ഞാൻ എടുത്തോളൂ. ഈ കയറുന്ന ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് ടൈൽസ് എല്ലാം ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ആദ്യം എന്നുവെച്ചാൽ ഫസ്റ്റ് ഞാൻ തന്നെ ചെയ്യാം ഹോണ്ടൂർ. അപ്പൊ നമുക്ക് എല്ലാരും കൂടി ഒന്ന് കാണിക്കാം. എന്താണ് ഈ അവസരത്തിൽ ഭൗതിക്ക് പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഒരു വീടാകുക, അതിനകത്ത് പണി തീർന്ന് കാണുമ്പോൾ ഒരു സന്തോഷം, അത് ഭയങ്കരമാണ്. അപ്പോൾ നിതീഷിന്റെ വീട് പുറത്തുനിന്ന് എങ്ങനെയാണ് നിതീഷ്? അത് വയലറ്റ് പെയിന്റ് മേല വൈറ്റ് തന്നെയാണ്, പക്ഷേ ലൈറ്റ് അടിക്കുമ്പോ അങ്ങനെ തോന്നിയ. അതെയാ? ടൈൽസ് എല്ലാം ചെയ്തേട്ടാ, സ്റ്റെപ്പെല്ലാം ചെയ്തു. ഫുൾ പണി തീർന്നില്ല കേട്ടാ. ഇലക്ട്രിക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടം നമ്മൾ കാണിച്ചിട്ടുണ്ടേനും. വലിയ സെൻറ്ററാണ് കേട്ടോ. നമുക്ക് പണി തീർന്നില്ല, ഫുള്ളായിട്ട് കാണിക്കാം. എന്നാലും ഒന്ന് ഇതാ, ഇത് വലിയൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. വയറിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലാണ്. ഈടെ ഒരു ബെഡ്റൂമുണ്ട്. ഈടെ ഈ ബെഡ്റൂമിന് ഇതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. 3 ബെഡ്റൂമിൽ ഏകദേശത്തായാലും 3 ബെഡ്റൂം കേട്ടോ. ഈടെ ഒരു ബെഡ്റൂമുണ്ട്. എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളാക്കിയിട്ടുണ്ട്. വലിയൊരു സെൻറ്ററല്ല കേട്ടോ. നിതീഷ് കുറച്ച് ഇത് പറയുമ്പം അങ്ങോട്ട് ഓടിയെന്ന് തോന്നുന്നു കേട്ടോ. ഓണം വന്നിട്ടാ നിതീഷപ്പാ, നീയാ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാനാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇതാണ് കിച്ചൻ്റെ തട്ടി വെക്കുന്നത്. എവിടെ ഇങ്ങനെ തട്ടിയില്ല, തട്ടി ഈ സൈഡിൽ വരണത്രല്ലേ. ഇനി അടുത്ത നെക്സ്റ്റ് തട്ടീൻ്റെ ഇതാ ഈ ബേക്കിൽ വർക്ക് ഏരിയ. വലിയ ഹാളാട്ടാ. നല്ല സൗകര്യമുണ്ട്. വീടെടുക്കുമ്പോൾ ഇത്ര സൗകര്യം വേണം ശരിക്കും. ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. എൻ്റെ പുറകിൽ നമ്മൾ പാവന്നൂർ നാട് അങ്ങനെയുള്ളത്. അപ്രോച്ച് ഒട്ടിക്കുന്ന കേട്ടാ. അപ്രോച്ച് ആ ബ്ലാക്ക് സാധനം ഒട്ടിക്കുന്ന സംഭവം. വാ മുകളിലേക്ക് വാ നിതിഷ. വാ, സന്തോഷായില്ലേ? വീട് എന്ന് പറഞ്ഞത് ഒരു സ്വപ്നമാണ്. ഓരോരോ ആൾക്കാരും അതിന്റെ വരുന്ന അങ്ങോട്ട് വരുന്നുണ്ടോ? സുഹൃത്തുക്കളൊക്കെ വയനാട്ടിൽ നിന്ന്
എന്റെ സക്സസ് തുടങ്ങിയതാണ്. എൻ്റെ മോനെ നിലം കാണാൻ കഴിയില്ല കേട്ടാ. എൻ്റെ നിലം കാണാൻ പറ്റൂല കേട്ടാ, നമുക്ക് കണ്ണടിക്കുന്ന കേട്ടാ അല്ലേ. ഗ്ലാസ് ഉണ്ടാ, നിലം നോക്കാൻ കഴിയില്ല കേട്ടാ. ചെരുപ്പ് ഊരിട്ട് വരാൻ പറ്റുക? ആ ചെരുപ്പൂര്, അതാ ഇതിന്റെ ഇത് പറഞ്ഞത് ഇവര്. ചൂടില്ല കേട്ടാ, ഇത്ര വെയിലുണ്ട് ഇപ്പൊ, നല്ല വെയിലാ. നമ്മള് വേറെ ഇത് ചെയ്യാത്തൊരു വീടിന്റെ മുകളിലുള്ള ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം, ഈ റൂമിനകത്ത് വന്നിട്ട് ചെക്ക് ചെയ്യാം. ഇതൊരു സംഭവം കേട്ടാ, അല്ല സാധാരണ ഇതേപോലെ കാല് വെക്കാൻ പറ്റൂല. ഒരു കുഴപ്പമില്ല. എന്റെ മോനെ അതൊരു സംഭവമാണേ. നമുക്ക് അപ്പുറം നോക്കാനായില്ല, ഇവിടെ അധികം നിൽക്കലേ തലവേന, മൈഗ്രെയിൻ. ചൂട് നേരെ ഇവിടുന്ന് ഇവിടൊക്കെ ചൂടായിരിക്കുന്നുണ്ടാവും. എന്റെ കഴുത്ത് ഫുൾ ചൂടായിരിക്കും, താഴെ ഉണ്ടാവില്ല. കാരണം ഇവിടെ വരുന്നത് നേരെ UV പ്രൊട്ടക്ഷൻ ആണ്, നേരെ മുകളിലോട്ട്. ഇതാണ് നിതീഷിന്റെ വീട്ടിന്റെ മുകളിൽ ചെയ്ത ഡാംഷുവറിന്റെ UV എന്നാ അതിന് പറയാ, UV പ്രൊട്ടക്ഷൻ കോട്ടിങ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നിതീഷിന്റെ വീട്ടിന്റെ മുകളിൽ ചെയ്ത് നമ്മൾ പറഞ്ഞ സംഭവം. നിതീഷ് എന്താ പറയാ, UV പ്രൊട്ടക്ഷൻ, ഡാംഷുവറിന്റെ UV പ്രൊട്ടക്ഷൻ ഉള്ള പോളിഫ്ലെക്സ് HD എന്ന് പറഞ്ഞ മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്തത്. പോളിഫ്ലെക്സ് HD മാസ്റ്റർ പീസ് ആണ്. ആ ഒരു ഫ്ലെക്സ് ഇതേപോലെയല്ല കേട്ടാ, ഇത് ഒട്ടിക്ക്. ഇത് ഞാൻ ഇവിടെ തടുകുന്നെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊരു ശരിക്കും സംഭവം അല്ലേ. ശരിക്കും പറഞ്ഞാൽ പുതിയ വീടിന്റെ മെറ്റീരിയലടക്കം പോയിട്ട് പുതിയ വാർപ്പ് കഴിഞ്ഞാൽ തന്നെ ചോരുന്ന പ്രശ്നമുണ്ട്, ഈ വെള്ളം കിനിയുന്നത്. എന്നാൽ നമ്മൾ ഒറ്റ ഫ്ലോർ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ നമ്മളോട് വാർപ്പുകാരൻ പറഞ്ഞാൽ ഒറ്റ ഫ്ലോർ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടി വരും. എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നമ്മളെ വീടിന് ഒരു സുരക്ഷ എന്ന് പറഞ്ഞാൽ, അതായത് വെള്ളത്തിൽ നിന്ന് എങ്ങനെയും വെള്ളം ഊർന്ന് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഇവരെ കോണ്ടാക്ട് ചെയ്തത്. അത് ഇവിടെ കരയാണെന്ന് തോന്നുന്നു, സത്യത്തിൽ എന്റെ മോനെ. റിഫ്ലക്ട് ചെയ്തിട്ട് ഞാൻ കണ്ണെന്താ പറഞ്ഞ ഇടം പോയാൽ താഴേക്കിയ. അപ്പൊ എന്ന് പറഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സഞ്ചി, ഒരു കവർ ആക്കിയിട്ടുള്ളേ അല്ലേ. ഇതിനകത്ത് ഇനിയിപ്പോ ഹോൾസൊക്കെ അടിച്ച് വെള്ളം കെട്ടി നിർത്തിയാൽ പോലും ഒരു തുള്ളി വെള്ളം താഴോട്ട് വരില്ല. എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട്? 25 വർഷം പറഞ്ഞു. 25 വർഷത്തേക്ക് ഗ്യാരണ്ടി ആട്ടെ ഇത്. അപ്പോ ഒരു എന്താ പറയാ, അല്ല ഒന്നാമത് ഇത് കുന്നായതുകൊണ്ടും നല്ല ചൂടാണ്. നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ പോലും ഇതിന്റെ താഴെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾ അതിന്റെ അടിയിൽ AC, കറണ്ട് ഇവിടെ കിട്ടിയില്ല, പക്ഷെ AC വെച്ച പോലെ ഉണ്ട്. ഇക്കാ നമ്മളെ വീട്ടിലെപ്പോ ചെയ്യുന്നത് ഒന്നും നോക്കണ്ട, ചെയ്തേക്കാം. നടക്കൂല, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇവിടെ ചെയ്യുന്ന കണ്ടിട്ട് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ ഉള്ളിൽ കയറ്റി നിൽക്കുന്ന കേട്ടോ, അത്രക്കും കണ്ണ് കാണുന്നില്ല. ഇത് എന്താ വെച്ചാൽ റിഫ്ലക്ട് ചെയ്യുന്നല്ലേ. ഇത് ഇട്ടവരെ വീട്ടിലവർക്കെല്ലാം അനുഭവം ഉണ്ടാവും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് നിതീഷിന്റെ വീട്ടിൽ വന്നിട്ട് ഇത് കാണുന്നത്. വണ്ടി ചെരുപ്പാടി ഉണ്ടല്ലേ, സത്യം. ഇതൊന്ന് ഇത് ഒരിക്കലും വെറുതെ പറയുന്നതല്ല, ഇതൊന്ന് നോക്കി വയ്ക്കോട്ടാ എല്ലാവരും. ഇവിടെ നിതീഷിന്റെ വീട്ടിൽ തന്നെ ഒന്ന് നോക്കി വയ്ക്കോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 11 മണിയാ. ആ സമയത്തേ നമ്മള് 11 മണിയായി. നല്ല 2 മണിക്ക് നല്ല ദിവസം. അപ്പൊ ഒരു സംഭവട്ടാ, അടിപൊളി സംഭവമാണ്. ഞാൻ പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് ചെയ്യാം. ബാക്കി താഴേക്ക് ഇറങ്ങാം, കണ്ണി കഴിയുമ്പോ. അപ്പൊ അങ്ങനെ നമ്മള് ഒരു വീടിന്റെ മുകളിൽ വന്ന് ഇറങ്ങുവന്നേ. ഇത്തമല്ല ഇവര് എല്ലാടിയും പോകുന്നേ അല്ലേ, എല്ലാടിയും കയറുന്നൊക്കെ പറഞ്ഞേക്കാം. ഇല്ല, ഞാന് ഇപ്പൊ വയനാട് പോകുന്ന പോക്കില് നിങ്ങളൊന്ന് കാണാനല്ല, എന്റെ വൈഫിന് ഇവരെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് കണ്ടിട്ട് പോവാന്ന്. അപ്പോഴാണ് ഇത് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞപ്പോ വലിയ സന്തോഷമായി. അമ്മ എന്റെ വീട്ടിലുണ്ട്, കാണാൻ മതി. വീട്ടിലേക്ക് പോ. വീട്ടിന് പ്രൊട്ടക്ഷൻ ചെയ്യാന്നുള്ളത് നമ്മളിപ്പാണ് ആൾക്കാർ മനസ്സിലാക്കി വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ മെറ്റീരിയലെല്ലാം പറഞ്ഞില്ലേ, ചെറിയൊരു വെള്ളത്തിന്റെ കനിച്ചൽ പോലെ ഉണ്ടായിരുന്നു വാർപ്പ് കഴിഞ്ഞതിന് ശേഷം. പഴയ വീടെല്ലാം എന്ന് പറഞ്ഞാൽ 25-30 വർഷം കഴിഞ്ഞാലേ അത് വരും. ഇപ്പം പുതിയ വീട്ടിന് തന്നെ ഈ ചോർച്ച തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പിന്നെ സേഫ്റ്റി വീടിനെടുത്തില്ലെങ്കിൽ നമ്മളെ ഫുൾ അധ്വാനം ഇട്ടിട്ടാണ് ഒരു വീടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാം അവരെ വീടിനെ സംരക്ഷിക്കുക, പറ്റുന്നവർ ഡാംഷുവർ ചൂസ് ചെയ്യാന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ നമ്മൾ രണ്ടാമത്തെ ഇത് മനസ്സിലാക്കി. കാരണം ഇതിന്റെ അടിയിൽ നമുക്ക് ഈ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റില്ല ചൂടായിട്ട്.
അപ്പൊ ഇപ്പൊ എന്താ AC ഇട്ട പോലെ ഈ പിന്നെ സീലിംഗ് അടിക്കാൻ തന്നെ ഉദ്ദേശിച്ച ചൂട് കുറക്കാൻ. അപ്പൊ ഇനി സീലിംഗ് അടിക്കേണ്ട ആവശ്യമില്ല. കുറെ ഫ്രാഞ്ചൈസി എൻക്വയറി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. നിതീഷിന്റെ ലവ് മാരേജ് ആണ് നിൽക്കുക. അപ്പോൾ എന്റെതും അറേഞ്ച് എടുക്കാൻ ലവ് മാരേജ്. അപ്പൊ ഞാൻ പറയും നിൽക്കാൻ്റെയും ലവ് മാരേജ് ആണെന്ന് പറയുന്നത്. ലവ് കല്യാണം മാരേജിന് ശേഷം ലവ് ചെയ്തതാണ്. ഇക്ക കഥ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്ന ഒന്ന് വീഡിയോക്ക് പറയാന്ന് പറയുമ്പോൾ ഇക്ക പറയാം നിക്ക പറയിക്ക. ഞാൻ പുത്തനത്താണിയിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു, ഗുഡ്സ് ഹോട്ടലിൽ ഡ്രൈവറായിരുന്നു. അങ്ങനെ ഇപ്പോൾ അനിയത്തിൻ്റെ കല്യാണത്തിന് കസേര സാധനങ്ങളൊക്കെ ഇട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ട് വാതിലും പിടിച്ചിട്ട് ഇങ്ങനെ പാവം നിൽക്കുന്നു, 2 വടിയും കുത്തിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവളെ കല്യാണം അയച്ചു. അല്ല ഇവളല്ലേ ഇവളെ അനിയത്തിൻ്റെ കല്യാണം. അപ്പോൾ എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ 2 ദിവസം ഉറക്കം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ കൊണ്ട് കെട്ടിച്ചത് വാങ്ങിച്ചു. ആയിക്കോട്ടെ എന്താണ് കെട്ടിച്ചെന്ന് കൂടാണ്ട് പോകുന്നു. ഇന്ന് വരെ 30 വർഷമായി കൂടെ ഉണ്ട്. അപ്പോൾ ലവ് മാരേജ് അല്ല, മാരേജ് കഴിഞ്ഞിട്ട് ലവ് ചെയ്തെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ലവ് ഉണ്ടായിരുന്നു, പക്ഷെ ലവ് ഒന്നും കിട്ടിയില്ല. ഞാൻ ആരോടായത് ചോദിക്കുന്നത് ലവ് ഒക്കെ തേച്ചിട്ട് പോയി. ലവ് അതൊന്നുകൂടെ പറയണ്ട കഥ. അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുകയാണ്. ആര് നമ്മൾ അതിനേക്കാൾ ഹാപ്പി ആയിട്ടും. അതാണ് അവിടെയാണ് ഇത്. നമ്മളാ സ്നേഹിച്ചവരൊക്കെ അല്ലെ സ്നേഹിച്ചവരൊക്കെ എവിടെയെങ്കിലും പോയി നമ്മൾ ഒഴിവാക്കി പോയാലും നമ്മൾ ഹാപ്പി ആയി ജീവിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ടല്ലടാ. അതെ നമ്മളല്ല നീ. അല്ല നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയില് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ലാസ്റ്റിൽ കൊടുത്തൊരു മെസ്സേജാണ്. നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പഴയ മെൻഡർ. ഞാനിവന് പണ്ട് കുറെ ഉപദേശം കൊടുത്തേ. ഉപദേശം കുഴിയിൽ ചാടിച്ചിട്ട് ഉപദേശിച്ചിട്ട് അവളെ കിട്ടി. അപ്പോൾ എന്തായാലും സന്തോഷം. അതിന്റെ ഇടയിലോട്ട് ആ ഒരു പ്രണയ കഥയും കൂടി നമ്മൾ ഇവിടെ അവതരിപ്പിക്കും കേട്ടാ. എന്തായാലും സന്തോഷം. നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ എന്നാ പെണ്ണാൻ വന്ന പോലെ അപ്പേക്ക് വെള്ളം എടുത്തിട്ട് നിതീഷാണ് കൊടുക്കാനാ? ഫുൾ ബന്ധുക്കളെല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാരും താലുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അത് ജമ്പന തുമ്മനായിട്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോന്നെയാ? ഒരുമിച്ച് വയനാട്ടിലേക്ക് പോന്നെ കേട്ടാ. മലപ്പുറത്ത് ഇത് വഴി അല്ലേ? മക്കളെല്ലാരും എല്ലാരും പരിചയപ്പെടുത്തോണ്ടേക്കാ. എല്ലാം കൂടി ഒരുമിച്ച് വയനാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവരെ നമ്മൾ കണ്ടില്ല, നമ്മൾ ഇക്കയുടെ കണ്ടേ. അപ്പോൾ എല്ലാവരും വണ്ടി കൂടെ താലുണ്ടേനും. അപ്പോൾ എല്ലാവരും വന്നേട്ടാ. വന്നതിന് മുതലായിട്ടാ 2 ഗ്ലാസ് കോക്ടെയിൽ തരാന്ന് പറഞ്ഞാന്ന് ഇത് കൊടുത്തു വിട്ടതേ. അങ്ങനെയൊന്നും ഇല്ലേ? ഇത് വാക്ക് മാറി. നല്ല കപ്പൊക്കെ കിട്ടിയേട്ടാ. പുളിങ്കറി വെക്കാൻ കപ്പൊക്കെ ഉണ്ട്. അമ്മോൻ്റെ അമ്മോണം പുളിങ്കറി വെക്കാൻ പറിക്കും. എല്ലാരും കേറി അമ്മേനെ കാണുന്നത് പ്രത്യേകം പുറത്ത് വന്നെയാണ്. സ്ഥിരമായിട്ട് ചാനല് കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിന്റെ. അവിടെ വർക്കുകൾ നടക്കുന്നത് പറഞ്ഞപ്പോൾ ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇത് എനിക്ക് ആ സന്തോഷം എന്നെ കാണാൻ ഇത്രയും ബുദ്ധിമുട്ടിച്ച് വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇരിക്കുകയല്ലോ. ഞാൻ മാത്രം തന്നെ പുറകിന് നടക്കും. നനഞ്ഞിട്ട് വന്നു. മോനൊന്ന് നനയിക്കുന്നത് നേരത്തെ എഴുത്തമ്പരെ നല്ല നാടൻ മരത്തിൽ പോലത്തെ കപ്പൊക്കെ കിട്ടും. അല്ല പീടിയെന്നെല്ലാം അധികം മേടിക്കല. തറയിൽ നമ്മള് പത്തക്കോഴിക്കുമ്പോൾ അതത്ര മധുരം ഉണ്ടാവില്ല. ഇത് നല്ല അല്ല അതല്ല ശരി. മരത്തിൽ എന്ന് പറഞ്ഞത് പിൻവലിക്കണം. മരത്തിലല്ല, കപ്പൊക്കെ മരത്തില് പിൻവലിക്കണം. എന്നാലും മുറിക്കാൻ പറ്റില്ല. പിന്നെ തെറ്റാണ് പറഞ്ഞത്. ഗോൾഡൻ മറ്റേ ഇതുപോലെ ഉണ്ട് അവിടെ. എന്താ അതിന്റെ ഒരു ഐശ്വര്യം. എന്താ മോനെ വേറെ ലെവല്. കണ്ണൂർ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തൊരു സ്പെഷ്യൽ ചെരുവ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നേ. അതെ എന്തേലും കഴി സ്നേഹ. സ്നേഹം ഓഹോ അതെ സ്പെഷ്യലല്ലേ? സ്പെഷ്യലാണ്.